എല്ലാവർക്കും വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഇതൊരു ഡീമോട്ടിവേഷൻ വീഡിയോ അല്ല. നിങ്ങൾ അടുത്ത് വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം. ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും മനസ്സിലാക്കണം, ഈ എക്സാമിൻ്റെ കോമ്പറ്റീഷൻ എത്രമാത്രം വലുതാണ്, ഈ എക്സാമിൻ്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രം വലുതാണ്, പ്രത്യേകിച്ച് കോമ്പറ്റീഷൻ. എന്തുകൊണ്ട് ഈ എക്സാം കോമ്പറ്റീഷൻ കൂടുന്നു എന്ന് ചോദിച്ചാൽ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഫസ്റ്റ് ആദ്യം മനസ്സിലാക്കുക, ഇതൊരു സ്റ്റേറ്റ് വൈഡ് പരീക്ഷയാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാമാണ്. 14 ജില്ലകളിലും കൂടെ ചേർത്ത് ഒരൊറ്റ റാങ്ക് ലിസ്റ്റാണ് വരുന്നത്. ബാക്കിയുള്ള LD പോലുള്ള എക്സാം നമ്മൾ നോക്കുകയാണെങ്കിൽ 14 ജില്ലയിലും സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് വരും. സോ ജോലി കിട്ടാനുള്ള പ്രോബബിലിറ്റി ഒക്കെ വളരെ 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 കൂടുതലാണ് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അങ്ങനെയല്ല, 14 ജില്ലയിലും കൂടെ ചേർത്ത് ഒരൊറ്റ റാങ്ക് ലിസ്റ്റാണ്. ഈ എക്സാമിന് വേണ്ടി ആരൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഇപ്പോൾ LDCയിൽ ആദ്യ റാങ്കിൽ വരുന്ന എല്ലാവരും ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. കാര്യം, LDCയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് അടുത്ത വർഷം 2025 ഓഗസ്റ്റിലാണ്. നിയമനമൊക്കെ നടക്കുമ്പോൾ 2026 ആദ്യമൊക്കെ ആവും. അതായത് 2025 അവസാനം തൊട്ട് ഒരു 100 റാങ്കിനകത്ത് വരെ അഡ്വൈസ് പോവും. അതിനുശേഷം ബാക്കിയെല്ലാം 26, 27 ആവും. അപ്പോൾ 2026 ആദ്യമാണ് LDക്ക് ഒരു 100-ന് ശേഷം റാങ്കൊക്കെ വരുന്ന ആൾക്കാർക്ക് ജോലി കിട്ടാൻ ചാൻസ്. ഇവിടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം നോക്കുകയാണെങ്കിൽ അടുത്ത വർഷം 2025 മെയ് ജൂൺ മാസത്തിൽ പ്രിലിംസ് എക്സാം നടക്കും. നവംബർ ഡിസംബർ മാസങ്ങളിൽ അതിൻ്റെ മെയിൻ എക്സാം നടക്കും. മെയ് ജൂണിൽ പ്രിലിംസ് ആണ്, അവസാനം നവംബർ ഡിസംബറൊക്കെ ആകുമ്പോൾ അതിൻ്റെ മെയിൻസ് നടക്കും. സോ LD ജോലി കിട്ടുന്നതിന് മുമ്പ് തന്നെ, ഒരു കുട്ടിക്ക് ജോലി കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇവിടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസും മെയിൻസും എല്ലാം നടന്നിരിക്കും. അപ്പോൾ അവരെല്ലാം എന്ത് ചെയ്യും? ഈ എക്സാമിന് വേണ്ടി പഠിക്കും. അപ്പോൾ കോമ്പറ്റീഷൻ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? പഠിക്കുന്ന ആൾക്കാർ വരുന്നു, അപ്പോൾ മത്സരവും എന്ത് ചെയ്യും? കൂടും. ഇത് ഒന്നാമത്തെ കാര്യമാണ്. മാത്രമല്ല, ജോലിയുള്ള ആൾക്കാർ വരെ ലീവ് എടുത്തിട്ട് എന്ത് ചെയ്യും? ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. കാര്യം സാലറി കൂടുതലാണ്, പവർ കൂടുതലാണ്, ബാക്കിയെല്ലാം ഈ എക്സാമിൻ്റെ പ്രത്യേകതയാണ്. അടുത്ത രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വളരെ കുറച്ച് മാത്രമേ ഇവിടെ അഡ്വൈസ് നടക്കത്തുള്ളൂ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിലുള്ള റാങ്ക് ലിസ്റ്റാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ നോക്കുക, ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന എന്നാണ്? 12/4/2023 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. റാങ്ക് ലിസ്റ്റിന് കാലാവധി 3 വർഷമാണ്. എന്ന് വെച്ചാൽ 11/4/2026 വരെ റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട്. ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് 17 മാസമാണ് ആയത്. ഇനി ഈ റാങ്ക് ലിസ്റ്റ് എത്ര മാസം കൂടെ ഉണ്ട്? 19 മാസം കൂടെ ഈ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. ഈ 17 മാസം കൊണ്ട് എത്ര അഡ്വൈസ് വരെ മാത്രമേ പോയിട്ടുള്ളൂ? ടോട്ടൽ അഡ്വൈസ് 359 പോയി. അതിനകത്ത് ഓപ്പൺ കോമ്പറ്റീഷൻ എത്ര മാത്രമേ പോയുള്ളൂ? 247 മാത്രമേ പോയിട്ടുള്ളൂ. അതായത് 17 മാസം കൊണ്ട് വെറും 247 അഡ്വൈസ് വരെ മാത്രമേ പോയിട്ടുള്ളൂ. ഇനി 19 മാസം കൊണ്ട് ഇതിൻ്റെ ഒരു ഇരട്ടിയോ പ്ലസ് ഒരു 50 ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്രതീക്ഷിക്കാം. ടോട്ടൽ പറഞ്ഞാൽ ഓപ്പൺ കോമ്പറ്റീഷൻ നോക്കുകയാണെങ്കിൽ ഒരു 600 അഡ്വൈസ് വരെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? പോകത്തുള്ളൂ. സോ കേരളം എന്ന സംസ്ഥാനത്തിലെ മുഴുവൻ ആൾക്കാരും, മീൻസ് കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഡിഗ്രി ഉള്ള എല്ലാവരും ഈ എക്സാം അറ്റൻഡ് ചെയ്യും. ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. 4 ലക്ഷം പേരിലധികം എന്ത് ചെയ്യുന്നു? അപ്ലൈ ചെയ്യും. അതിനകത്ത് ഒരു 50,000 പേരെങ്കിലും കട്ടയ്ക്ക് പഠിച്ചിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? വരത്തുള്ളൂ. പക്ഷേ നിയമനം വളരെ കുറച്ച് മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവിടെ സീരിയസ് ആയിട്ടൊരു പ്രിപ്പറേഷനാണ് ആവശ്യം. അല്ലാതെ നോട്ടിഫിക്കേഷൻ വരട്ടെ, നമുക്ക് പഠിക്കാം, സമയമുണ്ടല്ലോ, നമുക്ക് പഠിക്കാം, ഇനിയും ഇഷ്ടം പോലെ ദിവസം കിടപ്പല്ലോ, നമുക്ക് പഠിക്കാം. ഞാനൊക്കെ പണ്ട് കോളേജിലൊക്കെ പഠിച്ച സമയത്ത് പരീക്ഷയുടെ തലേ ദിവസമാണ് എന്ത് ചെയ്ത് ബുക്ക് മൊത്തം വായിച്ച് തീർത്തത്. ഇവിടെയും നമുക്കതൊക്കെ മതിയാകും. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡബിളായിട്ട് നമ്മൾ എന്ത് ചെയ്യും? മാറും. ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, ഇവിടെ നമുക്ക് എങ്ങനൊരു സ്ട്രാറ്റജി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം? എങ്ങനെ നമുക്ക് ആദ്യ റാങ്കിൽ നമുക്ക് വരാൻ പറ്റും? റാങ്ക് ലിസ്റ്റിനകത്ത് വന്നിട്ടും കാര്യമില്ല. റാങ്ക് ലിസ്റ്റിനെക്കാളും അല്ലെങ്കിൽ കട്ട് ഓഫിനെക്കാളും നമുക്കൊരു 6-7 മാർക്കെങ്കിലും നമുക്ക് കൂട്ടി വയ്ക്കാൻ പറ്റണം. എന്നാലേ ആദ്യം അഡ്വൈസ് നടക്കത്തുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനൊരു സ്ട്രാറ്റജി നമുക്ക് ബിൽഡ് ചെയ്യാം, അതാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് എപ്പോൾ പ്രതീക്ഷിക്കാം? നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ വർഷം 2024 ഒരു നവംബർ ഡിസംബർ മാസത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. നവംബർ മാസത്തിൽ വരാനാണ് ചാൻസ്. അത് കഴിഞ്ഞ് ഇതിൻ്റെ പ്രിലിംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2025 അടുത്ത വർഷം ഒരു മെയ് ജൂൺ മാസത്തിലേക്ക് എന്ത് ചെയ്യാം? പ്രിലിംസ് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞ് മെയിൻസ് ആണെങ്കിൽ 2025 ഒരു നവംബർ ഡിസംബർ മാസത്തിലൊക്കെ നമുക്ക് ഇതിൻ്റെ മെയിൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. റാങ്ക് ലിസ്റ്റ് ആണെങ്കിലോ 2026 ഏപ്രിൽ മാസത്തിൽ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരും.
ഇങ്ങനെയാണ് എക്സാമിന് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയം നമുക്ക് കിട്ടുന്നത്. എക്സാമിൻ്റെ ഓരോ ഘട്ടമൊക്കെ ഏതാണ്ട് ഇതേപോലെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് എക്സാമിന് 2 ഘട്ടങ്ങളിലായിട്ടാണ് ഇതിൻ്റെ സെലക്ഷൻ വരുന്നത്. ഒന്നാമത്തേത് പ്രിലിംസ് ആണ്, അത് കഴിഞ്ഞ് രണ്ടാമത്തേത് മെയിൻസ് ആണ്. ഇങ്ങനെ 2 ഘട്ടമായിട്ടാണ് ഇവിടെ സെലക്ഷൻ വരുന്നത്. സോ പ്രിലിംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രിലിംസ് ഒരു എക്സാമേ അല്ല. ആദ്യം തന്നെ ഞാൻ പറയാം, പ്രിലിംസ് ക്രാക്ക് ചെയ്യാനായിട്ട് ഒരു പാടും നമുക്കില്ല. അപ്പോൾ എന്തുകൊണ്ട് പ്രിലിംസ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പ്രിലിംസിൻ്റെ സിലബസ് ഒന്ന് നോക്കുക. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ മൊത്തം സിലബസ് എല്ലാ ഡീറ്റെയിൽസും കാണിച്ചു തരാം. ഈ കാണുന്നതാണ് നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസ് വരുന്നത്. അപ്പോൾ ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ നോക്കി. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നത്? മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇംഗ്ലീഷ് വന്നിട്ട് എത്ര മാർക്കാണ്? 20 മാർക്കാണ് അല്ലേ? ഇംഗ്ലീഷ് വന്നിട്ട് 20 മാർക്കാണ്. അടുത്ത മാത്സ് വന്നിട്ട് 20 മാർക്കാണ്. മലയാളം വന്നിട്ട് 10 മാർക്കാണ്. അപ്പോൾ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം 3 കൂടെ തന്നെ എത്ര മാർക്കായി? 50 മാർക്കായി. ഇന്ന് വരെ നടന്ന ഡിഗ്രി പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അധികം കടുപ്പിച്ചിട്ടില്ല. കടുപ്പമാണ്, പക്ഷേ അധികം കടുപ്പിച്ചിട്ടില്ല. പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല മാർക്ക് നമുക്ക് കയറ്റി വയ്ക്കാൻ പറ്റും. പക്ഷേ GK പാർട്ടൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല പാടാണ്, നല്ല റേഞ്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നല്ല പ്രിപ്പറേഷനൊക്കെ നമുക്ക് വേണം. പക്ഷേ ഇവിടെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് നമുക്ക് പ്രിലിംസ് എന്ത് ചെയ്യാൻ പറ്റും? ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കാര്യം പ്രിലിംസിൻ്റെയൊക്കെ കട്ട് ഓഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ മുമ്പത്തെ ആ റേഞ്ച് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വരാണെങ്കിൽ 50, 55 അത്രയൊക്കെ മാക്സിമം എന്ത് ചെയ്യത്തുള്ളൂ? പോകത്തുള്ളൂ. ഇപ്പോൾ മേ ബി എന്ത് ചെയ്യാം? കുറയാം. എന്തുകൊണ്ട് സംഭവിക്കാം? ക്വസ്റ്റ്യൻ്റെയൊക്കെ റേഞ്ച് പോലെ ഇരിക്കും. ഇവിടെ മെയിൻസിൻ്റെ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രിലിംസും മെയിൻസും സിലബസിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. അതായത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻസ് ഇംഗ്ലീഷ് 10 മാർക്ക് മാത്രമേ വരുന്നുള്ളൂ. ഇംഗ്ലീഷ് വന്നിട്ട് 10 മാർക്കാണ്. പിന്നെ അത് കഴിഞ്ഞ് മലയാളം 10 മാർക്ക്, മാത്സ് 10 മാർക്ക്, കറണ്ട് അഫേഴ്സ് 15 മാർക്കാണ്. ഇപ്പോൾ കറണ്ട് അഫേഴ്സ് 15 മാർക്കിന് ക്വസ്റ്റ്യൻ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏതാണ്ട് ആ ഒരു റേഞ്ചിനൊക്കെ വരാം. ഇത്രയും തന്നെ എത്രയാവും? 45 മാർക്കായിട്ട് മാറാം. ഇവിടെ നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചാൽ മെയിൻസ് നമുക്ക് എന്ത് ചെയ്യാം? ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ, നമുക്ക് സിലബസ് നമുക്ക് ഡീകോഡ് ചെയ്യുന്നതിൽ ഇപ്പോൾ വലിയ അർത്ഥമില്ല. അപ്പോൾ ഇവിടെ എങ്ങനെ നമുക്ക് നല്ലൊരു സ്ട്രാറ്റജി നമുക്ക് ഉണ്ടാക്കാം, എങ്ങനെ ആദ്യ റാങ്കിൽ നമുക്ക് വരാൻ ശ്രമിക്കാം. അപ്പോൾ അതിനൊരു സ്ട്രാറ്റജി നമുക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നോക്കാം, ഇന്ന് വരെ ജോലി കിട്ടിയ എല്ലാവരും ഫോളോ ചെയ്ത സ്ട്രാറ്റജി. 3 റൂൾസാണ് അവരെപ്പോഴും എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത്. ആ 3 റൂൾസ് നിങ്ങളും ഒന്ന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും? എക്സാമിനെ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ റൂൾ ഇതാണ്, കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അതായത് ഒരിക്കലും എന്ത് കൊടുക്കരുത്? ബ്രേക്ക് കൊടുക്കരുത്. പഠിത്തത്തിൽ ഒരിക്കലും ബ്രേക്ക് കൊടുക്കരുത്. ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ ചത്തില്ലെങ്കിൽ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് എത്ര മണിക്കൂറെങ്കിലും പഠിക്കാം? 5 മണിക്കൂറെങ്കിലും എന്ത് ചെയ്യുക? പഠിക്കാം. ഏറ്റവും ചുരുങ്ങിയത് 5 മണിക്കൂറെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കാം. അപ്പോൾ നമ്മൾ വിചാരിക്കും 5 മണിക്കൂറൊക്കെ ഇപ്പോൾ തൊട്ട് പഠിക്കണം, ഇതൊക്കെ നടക്കുന്ന സംഭവമാണോ? അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. മക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് തന്നെ ഒരുപാട് അറിയാം. അതായത് 2-3 വർഷങ്ങൾ കൊണ്ട് PSC പഠിക്കുന്ന ആൾക്കാരുണ്ട്. 3 വർഷം 4 വർഷം കൊണ്ട് PSC പഠിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ അവരെയൊക്കെ നമ്മൾ കോമൺ ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ, 1, നല്ലൊരു സ്ട്രാറ്റജി ഇല്ല. 2, അവരൊരു ദിവസം വളരെ കുറച്ച് സമയം മാത്രമേ ഇതിനു വേണ്ടി കൊടുക്കത്തുള്ളൂ. മാത്രമല്ല ബ്രേക്ക് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? വരും. ഇന്ന് പഠിക്കുകയാണെങ്കിൽ 2 ദിവസം എന്ത് ചെയ്യത്തില്ല? പഠിക്കത്തില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവർ എത്ര കാലം വർക്ക് ചെയ്താലും അവർക്ക് എന്ത് കിട്ടത്തില്ല? ജോലി കിട്ടത്തില്ല. പക്ഷേ 6 മാസം കൊണ്ട് അല്ലെങ്കിൽ 1 വർഷം കൊണ്ടൊക്കെ പഠിച്ച് 6 മാസം കൊണ്ടൊക്കെ പഠിച്ച് ജോലി കിട്ടുന്ന സ്ട്രാറ്റജി ഞാനീ പറഞ്ഞതാണ്. അവരൊരു ബ്രേക്ക് പോലും കൊടുക്കാതെ എല്ലാ ദിവസവും ചുരുങ്ങിയത് എത്ര മണിക്കൂറെങ്കിലും വർക്ക് ചെയ്യും? 5 മണിക്കൂറെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അവരെന്ത് ചെയ്യും? വർക്ക് ചെയ്യും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു കുട്ടി 1 മണിക്കൂറൊക്കെ വെച്ച് പഠിക്കുകയാണ് സങ്കല്പിക്കുക എല്ലാ ദിവസവും. ഒരു ദിവസം ആ കുട്ടി മാത്സ് പഠിക്കുന്നു, 2-ാമത്തെ ദിവസം ഇംഗ്ലീഷ് നോക്കുന്നു, 3-ാമത്തെ ദിവസം മലയാളം നോക്കുന്നു. അങ്ങനെ എല്ലാ വിഷയങ്ങളും നോക്കി വരുമ്പോൾ വീണ്ടും ആദ്യം തുടങ്ങിയ വിഷയം പഠിക്കാനായിട്ട് ഒരു 10 ദിവസങ്ങളിൽ കഴിഞ്ഞ് എന്ത് ചെയ്യത്തുള്ളൂ? ആ ബുക്കൊന്ന് വീണ്ടും വായിച്ചു വെക്കത്തുള്ളൂ. എന്തെങ്കിലും ഓർമ്മയാണോ? ഒന്നും ഓർമ്മണത്തില്ല. വീണ്ടും ഒന്നേന്ന് വായിക്കേണ്ടി വരും. അപ്പോൾ ഒരിക്കലും ഒരു റേഞ്ചിനപ്പുറം എന്ത് ചെയ്യത്തില്ല? മേലിലോട്ട് പോകത്തില്ല. അവിടെ ഇങ്ങനെ ഒരു കുളത്തിലെ തവളയെ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ കുട്ടിക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടും? ഇല്ല. അടുത്ത് ആ കുട്ടിക്ക് NCERT ടെക്സ്റ്റ് വായിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. റിവിഷൻ നടത്താൻ പറ്റുമോ? പറ്റത്തില്ല. കറണ്ട് അഫയേഴ്സ് നോക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഒന്നും പറ്റത്തില്ല. ഒരിക്കലും ഒരു വിജയം അവിടെ ഉണ്ടാവത്തില്ല. പക്ഷേ ഒരു കുട്ടി ഒരു ദിവസം 5 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ അതിനകത്ത് എങ്ങനെയാണ് മണിക്കൂറിനെ ഡിവൈഡ് ചെയ്യേണ്ടത്? മസ്റ്റായിട്ട് ഒരു ദിവസം ഒരു ടോപ്പിക്ക് വെച്ച് എന്ത് ചെയ്യുക? പുതുതായിട്ട് പഠിക്കാം. ഒരു ടോപ്പിക്കെങ്കിലും പുതുതായിട്ട് ആ കുട്ടി പഠിച്ചിരിക്കണം. എല്ലാ ദിവസവും ഒരു ടോപ്പിക്ക് പുതുതായിട്ട് പഠിക്കാം. ഇനി അഥവാ ഒരു ടോപ്പിക്ക് തീർന്നില്ലെങ്കിലും പ്രശ്നമില്ല. മുമ്പ് പഠിച്ച 5 ടോപ്പിക്കുകൾക്ക് എന്ത് കൊടുക്കുക? റിവിഷൻ കൊടുക്കുക. മുമ്പ് പഠിച്ച 5 ടോപ്പിക്കുകൾക്ക് റിവിഷൻ കൊടുക്കുക. ഓക്കെ, അത് മസ്റ്റാണ്. കാര്യം
നമ്മൾ ഒരുപാട് വായിച്ച് പോയിട്ട് കാര്യമില്ല. അറിയാമെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഭംഗിയായിട്ട് നമ്മുടെ കയ്യിൽ വേണം. ഇനി നെക്സ്റ്റ് വൺ അടുത്ത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൂൾ, ദ ഗോൾഡൻ റൂൾ. എല്ലാ ദിവസവും നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, അതിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് എടുക്കാം. പഴയ അതൊക്കെ നോക്കുകയാണെങ്കിൽ ഡിഗ്രി പ്രിലിംസിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ മസ്റ്റായിട്ട് എല്ലാ ദിവസവും എന്ത് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്നറിയാം? നിങ്ങൾ എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. അടിപൊളിയായിട്ട് നെഗറ്റീവ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. മാത്രമല്ല പുതിയ ട്രെൻഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അറിയാത്ത മേഖലകൾ ഏതാക്കണം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എല്ലാ ദിവസവും ഒരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. നിങ്ങൾ അതിന് കട്ടയ്ക്കൊരു റെപ്പറ്റീഷൻ കൊടുക്കുകയാണ്, കട്ടയ്ക്കൊരു പ്രാക്ടീസ് നിങ്ങൾ കൊടുക്കുകയാണ്. അവിടെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇംഗ്ലീഷ്, മലയാളം വൊക്കാബുലറിയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വൊക്കാബുലറി നിങ്ങൾക്ക് തെറ്റുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഇമ്പോസിഷൻ കൊടുക്കുന്ന പോലെ ഒരു 10 എന്ത് ചെയ്യുക, അങ്ങ് പഠിച്ചേക്കാം. എനിക്കൊരു അന്റോണിയം തെറ്റി, ഒരു 10 അന്റോണിയം അങ്ങ് പഠിക്കാം. എനിക്കൊരു സിനോണിം തെറ്റി, 10 സിനോണിം പഠിക്കാം. ഒരു 1 വേർഡ് എനിക്ക് തെറ്റി, 10 1 വേർഡ് പഠിക്കാം. ആദ്യമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോസിഷൻ്റെ പൂരമായിരിക്കും. കാര്യം നമുക്കൊന്നും അറിയത്തില്ലല്ലോ, നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ. പക്ഷേ ട്രസ്റ്റ് മീ, ഒരു 2 മാസമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ വേറെ റേഞ്ചായിട്ട് മാറും. ഒരു ഇമ്പോസിഷനും കാണത്തില്ല. ഏത് വൊക്കാബുലറിയാലും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു സമയം 2 മാസമൊക്കെ കൊണ്ട് നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ വേറെ റേഞ്ചായിട്ട് മാറും. മാത്രമല്ല കറണ്ട് അഫേഴ്സ് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും കറണ്ട് അഫേഴ്സ് ഇങ്ങനെ പഠിച്ചിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കറണ്ട് അഫേഴ്സ് നമുക്ക് കിട്ടും. അടിപൊളി സ്ട്രാറ്റജി, ഒന്നും പറയാനില്ല. നിങ്ങൾ ക്രാക്ക് ചെയ്തിരിക്കും. ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇവിടെ ഈ 5 മണിക്കൂർ എങ്ങനെ യൂസ് ചെയ്യുക, നിങ്ങൾ ഒരു ടോപ്പിക്ക് പഠിക്കുക, 5 ടോപ്പിക്കൾക്ക് റിവിഷൻ കൊടുക്കുക, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക് ചെയ്യുക, അതിലൊരു ഇമ്പോസിഷൻ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇമ്പോസ് ചെയ്യുക. ഇനി മൂന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വർക്കൗട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്ന് ശരീരത്തിന് കൊടുക്കുക. രാവിലെ ഒന്ന് നടക്കാൻ പോവുക, രാവിലെ ജസ്റ്റ് ഒന്ന് ജിമ്മിൽ പോവുക, അല്ലെങ്കിൽ ഒന്ന് ഓടാൻ പോവുക, ഒന്ന് പുറത്തിറങ്ങുക. അപ്പോൾ നമുക്ക് മൈൻഡ് നമ്മുടെ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഈ ഒരു സാധനമൊക്കെ നമ്മുടെ മനസ്സിനകത്ത് എപ്പോഴും കാണും. നമ്മുടെ മടി എന്ന് പറയുന്ന സാധനമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങ് ഓടിപ്പോകും. ധാരാളം വെള്ളമൊക്കെ എന്ത് ചെയ്യുക, കുടിക്കുക. അപ്പോൾ നമുക്ക് തന്നെ തോന്നും നമ്മൾ ഈ എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി ജനിച്ച ആളാണ്. ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. പിന്നെ ഒരുപാട് തടസ്സങ്ങളും ബാക്കിയെല്ലാം ഉണ്ടാവും. ചിലപ്പോൾ ആദ്യം ട്രൈ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു ഇമ്പോസിഷൻ പോലെ നിങ്ങളൊരു 10 മിനിറ്റ് എന്ത് ചെയ്യുക, ഒന്ന് കൂടുതൽ കൊടുക്കുക. അപ്പോൾ ഇന്നൊന്നും എനിക്കൊന്ന് ബ്രേക്ക് കൊടുക്കാൻ പറ്റി, അത്രയും അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആദ്യത്തെയൊക്കെ പോലെ എന്ത് ചെയ്യുക, ഒരു 10 മിനിറ്റൊക്കെ ഒരു ഇമ്പോസിഷൻ നിങ്ങൾക്ക് കൊടുക്കുക. സ്ഥിരമാക്കരുത്. ആദ്യമൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു മാസം നോക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഈ പാറ്റേണിൽ നിങ്ങൾ വന്നോളും, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വന്നോളും. പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫുൾ അങ്ങോട്ട് എന്ത് ചെയ്യും, അങ്ങ് കൊണ്ടുപോകും. അടിപൊളിയായിട്ട് പ്രിലിംസും ക്രാക്ക് ചെയ്യാൻ പറ്റും, മെയിൻസ്. ഈ ഒരു സ്ട്രാറ്റജിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്രാക്ക് ചെയ്യാം. അപ്പോൾ എനിക്കറിയാം പറയാനായിട്ട് ഭയങ്കര എളുപ്പമാണല്ലേ, ഞാനിങ്ങനെ പറയുന്നു, ഒരു സ്ട്രാറ്റജി പറയുന്നു, പക്ഷേ ഇത് ചെയ്യാൻ ഇച്ചിരി പാടാണ്. ആ ചെയ്യാനുള്ള ഒരു ഗട്ട്സ് നമുക്ക് വേണം. ഒരു എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ ഇറങ്ങുമ്പോൾ മനസ്സിലാക്കുക, ഒരു വർഷം നമ്മൾ കഷ്ടപ്പെടാൻ പോവുകയാണ്, ഒരു വർഷം നമ്മൾ ബുദ്ധിമുട്ടാൻ പോവുകയാണ്. ആ വിൽ പവർ നമ്മുടെ മനസ്സിൽ വേണം. ലൈഫിലെ ഒരു സ്വപ്നത്തെങ്കിലും നമുക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ലൈഫിലെ ഒരു സ്വപ്നത്തെങ്കിലും ഒരു ജീവൻ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മളില്ല, നമ്മൾ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറും. പിന്നെ അതായത് ചരിത്രത്തിൽ പോലും വരാതെ എങ്ങാവും. അപ്പോൾ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, അതൊന്നും ഇതുവരെ സാധിച്ചിട്ടില്ല എങ്കിലും ഈ ഒരൊറ്റ സ്വപ്നത്തിന് വേണ്ടി നിങ്ങൾ കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ച് നോക്കും. ഒരു ജോലി കിട്ടുന്നതോടുകൂടി നിങ്ങളുടെ ബാക്കി എല്ലാ സ്വപ്നങ്ങളും എന്ത് ചെയ്യും, വരും. വീട് വയ്ക്കാൻ പറ്റും, കാറ് വയ്ക്കാൻ പറ്റും, കല്യാണം കഴിക്കാം, അത് ഒരു വലിയ സംഭവമൊന്നുമില്ല. വീട് വയ്ക്കാൻ പറ്റും, കാറ് മേടിക്കാൻ പറ്റും, ലൈഫ് സെറ്റിലായിട്ട് ജീവിക്കാൻ പറ്റും. നമുക്ക് ഒരുപാട് സമ്പാദിക്കാൻ പറ്റില്ലെങ്കിലും മിനിമം നമുക്ക് ഒരു ജോലിയുണ്ട്, നമ്മുടെ കാര്യങ്ങളെല്ലാം സന്തോഷമായിട്ട് എന്ത് ചെയ്യും, നടക്കും. സമൂഹത്തിൽ നമുക്കൊരു അംഗീകാരം നമുക്ക് കിട്ടും. എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, യാഥാർത്ഥ്യമാവും. ഇനി കുറച്ച് ആൾക്കാർ ചിന്തിക്കും, എനിക്ക് എല്ലാ ദിവസമൊക്കെ 5 മണിക്കൂറൊക്കെ വെച്ച് പഠിക്കാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കിയാടാ, നിങ്ങളുടെ ഏറ്റവും നല്ല പ്രിപ്പറേഷൻ്റെ സമയം, ഇപ്പോൾ +2 പഠിക്കാൻ സങ്കല്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പഠിച്ച ഒരു സമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. രാവിലെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പോകുന്നു, അതിന് മുമ്പായിട്ട് ട്യൂഷന് പോകുന്നു, അത് കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞ് വീണ്ടും ട്യൂഷന് പോകുന്നു, സ്കൂൾ കഴിഞ്ഞ് വീണ്ടും ട്യൂഷന് പോകുന്നു. +2 ഒക്കെ ആണെങ്കിൽ +2 കഴിഞ്ഞ അത് ക്ലാസ് കഴിഞ്ഞ് വീണ്ടും ട്യൂഷന് പോകുന്നു, ഞായറാഴ്ച ശനിയാഴ്ച സ്പെഷ്യൽ ക്ലാസ്സിന് പോകുന്നു. ഒരു ദിവസം അന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, അന്ന് നിങ്ങൾ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് ഒരു 12 മണിക്കൂർ, 13 മണിക്കൂറൊക്കെ 13 മണിക്കൂറൊക്കെ നിങ്ങളുടെ പഠിത്തത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കുകയായിരിക്കും അന്ന്, അല്ലേ? 10ാം ക്ലാസ്സിലൊക്കെ നമ്മുടെ അമ്മ നമ്മളോട് പറഞ്ഞില്ലേ, മക്കളെ ഇതാണ് നിൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിൻ്റ്. ആണോ? അല്ല.
പ്ലസ് ടു ഒക്കെ ആകുമ്പോഴും നമ്മുടെ അമ്മ അച്ഛനൊക്കെ പറയും, മക്കളെ ഇതാണ് നിങ്ങളുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ്, ഇത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഓക്കെയാണ്. ഡിഗ്രി ആകുമ്പോൾ ഓക്കെ പറഞ്ഞാലായി, അല്ലെങ്കിലായി. പക്ഷേ ഇതൊന്നുമല്ല നമ്മുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ്. ഇപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കാറുണ്ടോ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ എത്ര A+ കിട്ടിയെന്ന്? ഒരാളും ചോദിക്കത്തില്ല. പ്ലസ് ടുവിന് A+ കിട്ടി എത്ര കിട്ടിയെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് തന്നെ ഓർമ്മ കാണത്തില്ല നിങ്ങൾക്ക് 10ലും പ്ലസ് ടുവിലൊക്കെ എന്തൊക്കെയാണ് കിട്ടിയെന്ന്. അന്നൊക്കെ ആ ഒരു സന്തോഷം കിട്ടി. അപ്പോൾ അതിലൊന്നും ഒരു കാര്യമില്ല. ഈ ഒരു സമയം ഒരാളും പറയത്തില്ല മക്കളെ ഇതാണ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൊമെൻ്റ് എന്ന്. പക്ഷേ ഞാൻ പറയാം, ഇതാണ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൊമെൻ്റ്. ഈ മൊമെൻ്റ്, ഈ ഒരു എക്സാം, ഈ ഒരു സ്ട്രാറ്റജിയിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ നോക്കുക. ഇതെൻ്റെ ഒരു സ്ട്രാറ്റജി ഒന്നുമല്ല. ഇത്രയും കാലം ജോലി കിട്ടി, നിങ്ങൾ ഈ ജോലി കിട്ടി ആരോടാണോ ചോദിച്ചു നോക്കുക, ചേട്ടാ, ചേച്ചി, അല്ലെങ്കിൽ അനിയത്തി, എങ്ങനെയായിരുന്നു നിങ്ങളുടെ പഠിത്തം? അവരിതേ പറയത്തുള്ളൂ. അവരൊരിക്കലും ബ്രേക്ക് കൊടുക്കത്തില്ല. കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പറ്റുകയാണെങ്കിൽ രാവിലെ ഒന്ന് നടക്കാനൊക്കെ ഒന്ന് പോവും. ഇതായിരിക്കും അവരുടെയും എന്ത് വരുന്നത്, സ്ട്രാറ്റജി ആയിട്ട് വരുന്നത്. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ജസ്റ്റ് ഒരു പ്രിലിംസും മെയിൻസും കൂടെ ചേർത്ത് 1 വർഷം മാറ്റി വെച്ചാൽ മതി. ഇത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ഈ എക്സാമിന് വേണ്ടി മാത്രമല്ല. ഇത് കഴിയുമ്പോൾ അടുത്ത് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് വരും. അത് കഴിഞ്ഞടുത്ത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് വരും. ഭാഗ്യമുണ്ടെങ്കിൽ KAS വരും, സബ് ഇൻസ്പെക്ടർ വരും, എക്സൈസ് ഇൻസ്പെക്ടർ വരും. ഒരുപാട് എക്സാംസ് ഉണ്ട്. അപ്പോൾ ഒറ്റ സിലബസ് പ്രിപ്പയർ ചെയ്താൽ ഇത്രയും എക്സാംസ് എന്ത് ചെയ്യാം, അടിച്ചെടുക്കാം. ആദ്യം സെക്രട്ടറിയേറ്റിൽ തന്നെ എന്ത് ചെയ്യാം, ജോലിക്കും കയറാം. അപ്പോൾ നിങ്ങൾ സ്വപ്നം കാണുക, നിങ്ങളിങ്ങനെ സെക്രട്ടറിയേറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന രംഗം സ്വപ്നം കാണുക. അതിനുവേണ്ടി എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. അതുവരെ വരുന്ന തടസ്സങ്ങളൊക്കെ ഒരു ചെവി കൂടെ കേൾക്കുക, മറ്റൊരു ചെവി കൂടെ എന്ത് ചെയ്യുക, കളയുക. ക്ലിയറാണ്? ഇനി ഇതിൻ്റെ പ്രിലിംസിൻ്റെ സിലബസ്, മെയിൻസിൻ്റെ സിലബസ്, ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇട്ടുതരാം. നമ്മുടെ റാങ്ക് ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓപ്പൺ കോമ്പറ്റീഷനൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു 600+ നിയമനങ്ങൾ മാത്രം പ്രതീക്ഷിച്ചാൽ മതി. പരീക്ഷ നടക്കുകയാണെങ്കിൽ ആദ്യത്തെ 10 റാങ്കിനകത്ത് എന്ത് ചെയ്യുക, വരാൻ ശ്രമിക്കുക. അപ്പോൾ അതിനായിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും, എല്ലാ ടിപ്സും ബാക്കിയെല്ലാം തരാനായിട്ട് നമ്മളിവിടെ തന്നെ കാണും. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക.